യേശുക്രിസ്തുവിൻ്റെ ജനനം ക്രിസ്തുമസ് എന്ന പേരിൽ ലോകം മുഴുവൻ ആഘോഷിക്കപ്പെടുകയാണ്. നക്ഷത്രങ്ങൾ തൂക്കിയും പടക്കം പൊട്ടിച്ചും കമ്പിത്തിരി കത്തിച്ചും അങ്ങനെ ആഘോഷങ്ങൾക്ക് പല നിലകളിൽ നിറം ചാർത്തിക്കൊണ്ട് മനുഷ്യൻ സന്തോഷവാനായിട്ട് കാണപ്പെടുന്നു. കച്ചവടക്കാർക്ക് വളരെ ലാഭം ഈ സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വശം. മറുവശത്ത് എല്ലാവരും ഒത്തുകൂടുന്നു, സന്തോഷിക്കുന്നു. അതൊക്കെയാണ് അതിൻ്റെ മറുവശം. എന്നാൽ വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് എന്ത് നേട്ടമാണ് എനിക്ക് ലഭിച്ചത് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശം വാസ്തവത്തിൽ എന്തായിരിക്കുന്നു എന്നുള്ളതല്ലേ നാം ചിന്തിക്കേണ്ടത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളും ഞാൻ പിന്നെയും പ്രസവവേദന അനുഭവിക്കുകയാണ്. പൗലോസ് ഒരു പുരുഷനാണ്, പക്ഷേ തൻ്റെ ഭാഷ ഞാൻ പ്രസവവേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയെപ്പോലെ ഇപ്പോൾ ആയിരിക്കുന്നു എന്നാണ്. എന്താണ് തൻ്റെ വേദന? അതിനെക്കുറിച്ച് താൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഓരോരുത്തരിലും ക്രിസ്തു ജനിക്കണം, ക്രിസ്തു ഉരുവാകണം. അപ്പോൾ യേശു ജനിക്കേണ്ടത് നമ്മുടെ ഉള്ളിലല്ലേ? ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കാത്ത ജീവിതം ഒരു ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുവാൻ എന്ത് യോഗ്യതയാണുള്ളത്? ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന പലർക്കും ഉള്ളിൽ ക്രിസ്തുവില്ല എന്നുള്ളതല്ലേ സത്യം. യേശു ഉള്ളിലുണ്ടായിരുന്നുവെങ്കിൽ പാപജീവിതത്തിൽ തുടരുമായിരുന്നു, വിഗ്രഹാരാധനയിൽ തുടരുമായിരുന്നു. ലോക ഇമ്പങ്ങളും ലോകമോഹങ്ങളും തീർച്ചയായും ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ പാതയിലൂടെ യാത്ര ചെയ്യുമായിരുന്നില്ലേ? ക്രിസ്തുമസ് വെറും ആഘോഷം മാത്രമായി അധപ്പതിക്കുകയാണ്. നല്ല ഭക്ഷണം കഴിക്കുവാനും വസ്ത്രം വാങ്ങിച്ചു കൂട്ടുവാനും കുറച്ച് ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രം പരിമിതപ്പെടുകയാണ് ക്രിസ്തുമസ്. എന്നാൽ ക്രിസ്തു നമ്മിൽ ജനിച്ചിട്ടുണ്ടോ, ക്രിസ്തു നമ്മിൽ ഉരുവായിട്ടുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യേശു ബേത്ലഹേമിൽ ജനിച്ചു എന്നുള്ളത് ചരിത്ര സത്യമാണ്. എന്നാൽ യേശു എന്നിൽ ഉരുവായിട്ടുണ്ടോ, യേശു എന്നിൽ ജനിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ക്രിസ്തുമസിൻ്റെ ഈ നാളുകളിൽ നാം നമ്മോട് ചോദിക്കണം, യേശു എന്നിൽ ഉരുവായിട്ടുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ വളരെ വേദനയോടെ ചോദിക്കുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളും ഞാൻ പ്രസവവേദന അനുഭവിക്കുകയാണ്. ഒരു വ്യക്തി പാപിയായി ജീവിക്കുമ്പോൾ സുവിശേഷം അവൻ കേൾക്കണമെന്നും സുവിശേഷത്തിൻ്റെ കേൾവിയാൽ യേശു അവൻ്റെ ഹൃദയത്തിൽ വരണമെന്നും യേശു അവനിൽ ജീവിക്കണമെന്നും പൗലോസ് ആഗ്രഹിക്കുകയാണ്. അതാണല്ലോ സുവിശേഷം. ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിക്കുമ്പോൾ ആരംഭിക്കുന്നതാണ് അവൻ്റെ ആത്മീയ ജീവിതം. ക്രിസ്തു ഹൃദയങ്ങളിൽ ജനിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം. യേശു എൻ്റെ ഹൃദയത്തിൽ ജനിക്കണം എങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഇവിടെ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. യേശു എല്ലാവരിലും എല്ലാ ഹൃദയങ്ങളിലും ജനിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: പാപിയാണെന്ന് സമ്മതിക്കുകയും പാപങ്ങൾക്ക് പകരക്കാരനായിട്ട് ക്രൂശിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തു ജനനം നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. വചനത്താൽ വീണ്ടും ജനിക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തു ഉരുവിൽ ഉളവാകുന്നത്. യേശു നമ്മളിലൂടെ ജീവിക്കണമെങ്കിൽ, യേശു നമ്മിലൂടെ സംസാരിക്കണമെങ്കിൽ, യേശു നമ്മിലൂടെ പ്രവർത്തിക്കണമെങ്കിൽ പൗലോസിൻ്റെ ഭാഷയിൽ ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും പറയണമെങ്കിൽ യേശു എന്നിൽ ജനിച്ചിരിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യേശു ജനിക്കാത്ത ഒരു വ്യക്തി ക്രിസ്ത്യാനിയാകുന്നത് എങ്ങനെയാണ്? പേരുകൊണ്ട് ഒരുപക്ഷെ അവൻ ക്രൈസ്തവനായിരിക്കാം, ഏതെങ്കിലുമൊക്കെ
സംഘടനയിൽ അവൻ്റെ പേരുണ്ടായിരിക്കാം. പക്ഷെ യേശു ഉള്ളിൽ ഇല്ലാത്ത ഒരാളിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ വസിക്കും? ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്ത ഒരു വ്യക്തി എങ്ങനെ ക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടും? ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് തിരുവെഴുത്ത് ഓർപ്പിക്കുമ്പോൾ ഈ വാക്യങ്ങളൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നില്ലേ? ഓരോരുത്തരും ഈ ക്രിസ്മസ് നാളുകളിൽ അവരവരോട് തന്നെ ചോദിക്കുക, യേശു എന്നിൽ ഉളവായിട്ടുണ്ടോ? യേശു എന്നിൽ ഉളവാകണം എന്ന ആഗ്രഹം എനിക്കുണ്ടോ? തീർച്ചയായും നാം നമ്മെ തന്നെ പരിശോധിക്കുക. യേശു ഉളവാകുന്നില്ലെങ്കിൽ സുവിശേഷം കേൾക്കുക, വിശ്വസിക്കുക, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിൻ്റെ പാത പിൻപറ്റുക. യേശു നമ്മളിലൂടെ സംസാരിക്കണമെങ്കിൽ, യേശു നമ്മിലൂടെ ജീവിക്കണമെങ്കിൽ, ഞാനല്ല യേശു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് പൗലൂസിനെ പോലെ പറയണമെങ്കിൽ ഉള്ളിൽ ഒരു ജനനം നടക്കണം. അത് വീണ്ടും ജനനമാണ്. വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യം കാണുവാൻ കഴിയും. വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം ആരും കാണുകയില്ല. ഈ ആഘോഷങ്ങൾക്കപ്പുറത്ത് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇന്ന് മരിച്ചാൽ ഞാൻ യേശു ഉള്ള വ്യക്തിയാണെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ യേശു ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. മരണഭയം മാറും. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ ക്രിസ്തുവിലൂടെയുള്ള ജീവൻ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പൗലൂസിനെ പോലെ ക്രിസ്തു എന്നിൽ ഉളവായിട്ടുണ്ട് എന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ നമുക്കിടയാകട്ടെ. സ്വർഗീയ പിതാവേ, യേശു ഞങ്ങളിലൂടെ ജീവിക്കുവാൻ, യേശു ഞങ്ങളിലൂടെ സംസാരിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.